കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് ഈ സൺഡേ ഒരു കല്യാണം മിക്കവാറും മഴയായിരിക്കും എന്നെ തേക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സംഭവം സ്വിച്ചിട്ട പോലെ രാവിലെ മുതൽ മഴയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു തേഞ്ഞു. ആത്മാർത്ഥതയുള്ള മാതാശ്രീ എന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നു, സാരി വേണോ, സാരി നിർബന്ധമാണോ. നോമിനായിരുന്നു നിർബന്ധം മൊത്തം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനതിൽ അത്ര എക്സ്പേർട്ടല്ല. അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ എനിക്കൊരുമാതിരി ഓവറാണോ. എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഒരുങ്ങിയത് ഓവറായോ എന്നുള്ളത് എന്നോട് തന്നെ ഞാനൊരു 10 വട്ടവും ചോദിക്കും, വീട്ടുകാരോട് ഞാനൊരു 20 വട്ടവും ചോദിക്കും. എന്നാലേ എനിക്കെന്തോ സമാധാനം കിട്ടത്തുള്ളൂ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഒരുങ്ങി വണ്ടി കയറിയപ്പോഴാണ് ഞാൻ മറ്റൊരു മുഖത്തിനെ കാണുന്നത്. ഓഡിറ്റോറിയത്തിൻ്റെ തലവട്ടം കണ്ടാലേ അവൾ ഡ്രസ്സ് എടുത്തോളൂ എന്നുള്ള വാശിയിലായിരുന്നു അവൾ. പിള്ളേരായിരിക്കുന്നതിൻ്റെ ഓരോരോ അഡ്വാൻറ്റേജുകളെ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്പോട്ടിലെത്തി. സംഭവം ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററൊക്കെയാണ്, എങ്കിലും ഞാനൊരു ആംബിവേർട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആൾക്കാരുടെ മുന്നിൽ നിന്ന് വീഡിയോ ഓണാക്കാൻ ഭയങ്കര. അവിടെ ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നിൻ്റെ പറയുന്നില്ല, അധികം ഒന്നിൻ്റെയും വീഡിയോ ഞാൻ എടുത്തില്ല. ഈ കല്യാണങ്ങൾക്ക് പോകുമ്പോഴുള്ള എൻ്റെ എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ഫുഡും ഞാൻ മസ്റ്റ് ട്രൈ ചെയ്യണം. സ്റ്റാർട്ടേഴ്സ് കഴിക്കുമ്പോഴേക്കും എൻ്റെ വയറ് കഥം പോവാം. പിന്നെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് രണ്ടാമതൊക്കെ പോയി ഫുഡ് എടുക്കാനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഐ എം എ ആംബിവേർട്ട്. അപ്പോൾ എല്ലാ ആംബിവേർട്ടുകളെയും ഈ വീഡിയോയിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.